ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ്. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും അദ്ദേഹം നിയമസഭയിൽ വരണമോ വേണ്ടയോ എന്നതാണ് വിവാദ വിഷയം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടുത്ത നിലപാടിലാണ്. രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്നും അവധിയെടുക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പാർട്ടി നേതൃത്വ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ സതീശന്റെ ഉറച്ച നിലപാടിനെ പാർട്ടി മറികടക്കുമോ എന്നതാണ് രാഷ്ട്രീയ വേദിയിലെ ആകാംക്ഷ. എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ അനുസരിച്ച് പരാതി വന്നപ്പോൾ തന്നെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ പാർട്ടി അത് ഒഴിവാക്കി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു. അതേസമയം വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ നൽകിയ പരാതിക്ക് പിന്നിൽ ഡിവൈഎഫ്ഐ ഉണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകി. പമ്പയുടെ പരിശുദ്ധിയും പ്രകൃതിയുടെ സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് സംഗമം നടത്താമെന്ന് കോടതി ഉത്തരവിട്ടു. സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഒരു രീതിയിലും ഹനിക്കരുതെന്നും ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചെലവുകളുടെ വിശദമായ കണക്ക് 45 ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ലെന്നും സാധാരണ ഭക്തർക്കും ഒരുപോലെ അവസരം ലഭിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംഗമത്തിനെതിരായ ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത്. മണിപ്പൂരിലെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ 6 നിരോധിത സംഘടനകൾ ആഹ്വാനം ചെയ്തു. ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത്. ശനിയാഴ്ച ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമായി നടക്കുന്ന വിവിധ പരിപാടികളിലാണ് മോദി പങ്കെടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മേഖലയിലുടനീളം വൻ സുരക്ഷാ ഒരുക്കങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ ആക്രമണങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണിത്. മോദി ആദ്യം മിസോറാമിലെത്തി ബൈറാബി സൈറാങ് റെയിൽവേയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മണിപ്പൂരിലെ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ എത്തിച്ചേരൽ. വെള്ളയിൽ കോണാട് സ്വദേശി അസീമിന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ശക്തമായതോടെ പോലീസ് മൃതദേഹം ഖബറിൽ നിന്നും പുറത്തെടുത്തു. ഭാര്യ സിംന നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഈ മാസം 6-ാം തീയതി രാത്രി അസീം അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ആദ്യം ബീച്ച് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും 7-ാം തീയതി പുലർച്ചെ മരണം സംഭവിച്ചു. ബന്ധുവിനൊപ്പം പുറത്തുപോയി തിരികെ എത്തിയതിന് പിന്നാലെയാണ് അസീമിന്റെ നില മോശമായത്. മർദ്ദനമേറ്റതാകാമെന്ന സംശയമാണ് ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത്. ഐസക്കിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലെത്തി. 6 പേർക്ക് പുതുജീവൻ പകർന്ന യുവാവ്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എടുത്ത ഹൃദയവുമായി എയർ ആംബുലൻസ് ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തി. കൊച്ചി ഹയാത്ത് ഹോട്ടലിന്റെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്ത എയർ ആംബുലൻസിൽ നിന്നുള്ള ഹൃദയം വെറും 10 മിനിറ്റിനകം എറണാകുളം ലിസി ആശുപത്രിയിലെത്തി. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 28-കാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് 33-കാരനായ ഐസക്കിന്റെ ഹൃദയം നൽകിയത്. ഏകദേശം 4 മണിക്കൂറിനകം ശസ്ത്രക്രിയ പൂർത്തിയാക്കാനാണ് ആശുപത്രിയുടെ ലക്ഷ്യം. ഐസക്കിന്റെ ഹൃദയത്തിനൊപ്പം മറ്റു അവയവങ്ങളും 6 പേർക്ക് പുതുജീവൻ നൽകുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകി. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.